വർഷം പഴക്കമുള്ള ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് സീലിംഗ്, ഈ ആഡംബര ഫ്ലോറിംഗ്, പിന്നെ ഈ മാഗ്നിഫിസെന്റ്ലി മിറർ അത്രയ്ക്കങ്ങ് പോരാ. എക്സ്ക്യൂസ് മീ, ഫ്ലോറിംഗ് അത്രയ്ക്കങ്ങ് പോരാ. വരൂ. ബ്യൂട്ടിഫുൾ ഫ്ലോറിംഗ്, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. ബ്യൂട്ടിഫുൾ വാൾസ്, ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. നല്ല ഭംഗിയുണ്ട്. ന്യൂ സ്റ്റൈൽ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മാർബിൾ, ഗ്രാനൈറ്റ് ആൻഡ് വെർട്ടിഫൈഡ് ടൈൽ ഷോറൂം ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. ബഹുമാനപ്പെട്ട ഹിന്ദു വിശ്വാസ സംരക്ഷണ പ്രവർത്തകരെ, ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സമാധാനപ്രിയരാണ്. നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റ് മതവിശ്വാസികൾ അവരുടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് കേരളത്തിലെ പ്രശ്നമാവേണ്ട ആവശ്യമില്ല. ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇവിടെ ഉടനെ റോഡിൽ 1000-ഓളം ഗൂണ്ടകളെ ഇറക്കി അത് ദേശവിരുദ്ധ പ്രവർത്തനമായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രതിഷേധിക്കുന്നത് നമ്മളിവിടെ കാണാറുണ്ട്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഭാരതം അതെൻ്റെ അമ്മയാണ്, അതെൻ്റെ ദേശമാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാരതഭൂമിയാണ്. ഈ ഭാരതഭൂമിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ കെട്ടുറപ്പ് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വിധത്തിലുള്ള പ്രവർത്തനത്തിലും ഹിന്ദു സമൂഹം സാധാരണ ഇറങ്ങാറില്ല. ലോകത്തിൽ തന്നെ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രമാണ് ഉണ്ടായിരുന്നത്, നമ്മുടെ അയൽപക്കത്തുള്ള ഹിമാലയത്തിൻ്റെ പരിസരത്തുള്ള നേപ്പാൾ. ആ നേപ്പാളിലുണ്ടായിരുന്ന ഭരണ സംവിധാനത്തെ മാവോയിസ്റ്റ് തീവ്രവാദികളാണ് ആ ഭരണ സംവിധാനത്തെ മാറ്റി അവിടെ ഒരു ഭരണം പിടിച്ചെടുത്തത്. അതിനുശേഷം ആ രാജ്യത്ത് തൊഴിലില്ലായ്മ, മൊത്തമായ കുത്തഴിഞ്ഞ ഭരണ സംവിധാനം. നമ്മൾ ഇന്ന് കാണുന്നു, നമ്മുടെ മീഡിയയിൽ കാണുന്നു, നേപ്പാളിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നുവെന്ന്. നേപ്പാളിലെ പ്രധാനമന്ത്രി രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. നേപ്പാളിൻ്റെ പാർലമെന്റ് മന്ദിരം, അവിടുത്തെ സുപ്രീം കോടതി, അവിടുത്തെ ജനങ്ങളെ തീയിട്ടു. അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ചുട്ടുകൊന്നു. ഈ ഒരു രീതിയിലേക്ക് ഹിന്ദു സമൂഹത്തിനെ ദയവ് ചെയ്ത് കൊണ്ടുപോകരുത് എന്നൊരു അഭ്യർത്ഥന. നമുക്കറിയാം, ശബരിമലയിൽ അവിടെ വരുന്ന ഭക്തന്മാര്, അവരെ സംബന്ധിച്ചിടത്തോളം പുണ്യ നദിയാണ് പമ്പ. ഈ ഭക്തന്മാർ വരുന്ന സമയം ആ പമ്പാ നദിയിൽ അവർ സ്നാനം ചെയ്യുമ്പോൾ ആ നദിയിൽ മിക്കവാറും ആവശ്യത്തിന് ജലമുണ്ടാകില്ല. ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കും ഡാമുകൾ തുറന്നു വിടാതെ, ആവശ്യത്തിന് അവിടെ ജലമുണ്ടാകാതെ, അത് മലിനമായ ജലമായിരിക്കും. എങ്കിലും ഭക്തിയോടുകൂടി നമ്മുടെ ഭക്തന്മാര് ആ പമ്പയിൽ സ്നാനം ചെയ്താണ് ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്. ഇപ്പൊ ഈ പറയുന്നില്ലേ, 20-ാം തീയതി നടത്താൻ പോകുന്ന ആഗോള തട്ടിപ്പ്, 3000 വിശിഷ്ട വ്യക്തികളെ ഗവൺമെന്റ് തീരുമാനിക്കുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് 3000 മുതലാളിമാരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ശബരിമലയിലെ സ്പെഷ്യൽ പാസുകൾ, അത് ഡയമണ്ടോ ഗോൾഡോ ഒക്കെയായി അവരുടെ മടിശീലയുടെ കട്ടിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്പെഷ്യൽ പാസുകൾ കൊടുക്കും. ഈ പറയുന്ന പമ്പയിൽ നടത്താൻ പോകുന്ന ഈ തട്ടിപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ശബരിമലയിൽ സ്പെഷ്യൽ ദർശനം അറേഞ്ച് ചെയ്ത് കൊടുക്കും. എങ്ങനെ കൊടുക്കും? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആചാരമാണ്, നമ്മുടെ വിശ്വാസമാണ്, ശബരിമലയിലെ 18-ാം പടി കയറണമെന്നുണ്ടെങ്കിൽ 41 ദിവസത്തെ വ്രതമെടുത്തിരിക്കണം. ആ 41 ദിവസം വ്രതമെടുത്തവൻ, അവൻ താടിയും മീശയും വടിക്കില്ല, മുടി വെട്ടില്ല, അവൻ ചെരുപ്പ് ധരിക്കില്ല,
അവൻ കറുത്ത വേഷം അണിഞ്ഞുകൊണ്ടാണ് ശബരിമല അയ്യപ്പനെ കാണാൻ വരുന്നത്. കാണാൻ വരുമ്പോൾ മാത്രമല്ല, പല സ്ഥലങ്ങളിലും തീവ്രമായ കഠിനമായ വ്രതമെടുക്കുന്നവര് ഈ 41 ദിവസവും കറുത്ത വേഷമാണ് ധരിക്കുന്നത്. ഈ വരാൻ പോണ 3000 പേരില് ഈ പറയുന്ന മുഖ്യമന്ത്രിയോ ഈ പറയുന്ന ദേവസ്വം മന്ത്രിയോ, ബാക്കി പാവങ്ങളെ ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളവരാണ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും. അവരെല്ലാം കാലാകാലങ്ങളിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുവൻ്റെ കഴിഞ്ഞ അയ്യപ്പ സമര സമയത്ത് കോടതി ഉത്തരവിന് ശേഷം ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധ പെണ്ണുങ്ങളെ ചുമന്ന് കോടതി അവിടെ കൊണ്ടുവന്ന് കയറ്റി ദർശനം നടത്തിയ ശേഷം നമ്മുടെ മുഴുവൻ മീഡിയയിലും നമ്മൾ കണ്ടതാണ് പോലീസ് IPS ഉദ്യോഗസ്ഥന്മാർ. അതിൽ ഒരു വളരെ വിശിഷ്ടനായ ഒരു വ്യക്തി, കോവിലുകളിൽ പാട്ട് പാടാറുള്ള അദ്ദേഹം ശാസ്താവിൻ്റെ മുന്നിൽ വന്നു നിന്ന് കരയുന്നത്. കാരണം ചെയ്തത് തെറ്റാണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. അതിൻ്റെ പ്രായശ്ചിത്തം എന്നോണം അയ്യപ്പൻ്റെ മുന്നിൽ വന്ന് കുടുകുടാന്ന് കണ്ണീര് വാർക്കുകയാണ്. അവരെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നു. ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി വല്ല ഫയർഫോഴ്സിൻ്റെ വണ്ടികളുടെ എണ്ണമെടുപ്പോ അങ്ങനെയുള്ള ജോലിയായിരിക്കും ആ IPS ഉദ്യോഗസ്ഥന് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നടന്ന സംഭവം, ശബരിമലയിൽ ഈ ദ്വാരപാലകരുടെ എന്താണ് പറയുന്നത്, അതിൻ്റെ മുഖപ്പ്, അതായത് അവിടെയുള്ള കല്ലിൽ കൊത്തിയ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളുടെ മുകളിൽ ചാർത്തിയിരുന്ന തങ്കം പതിച്ച ലോഹപാളികൾ, അതിനെ ഇളക്കി മാറ്റിയ ദിവസത്തിന്റെ പ്രത്യേകത ഒന്ന് കാണണം. നമ്മുടെ ആചാരം, നമ്മുടെ വിശ്വാസം, ഹിന്ദുധർമ്മം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചന്ദ്രഗ്രഹണമാണ്. രാത്രി 9:50 ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നു. ആ ചന്ദ്രഗ്രഹണ സമയത്താണ്, അതിന് തൊട്ട് മുമ്പാണ് ഈ പാളികൾ അഴിച്ചു മാറ്റുന്നത്. രണ്ടാമതൊരു സംഗതി, ആ ഒരു സമയം, ഇപ്പം നടക്കാൻ പോകുന്ന തട്ടിപ്പ് സമ്മേളനത്തിന്റെ സമയം, ഇത് രണ്ടും നിങ്ങൾ കൂട്ടിയോജിപ്പിച്ച് കാണണം. ഈ തട്ടിപ്പ് സമ്മേളനം നടത്താൻ പോകുന്നത് ഈ മാസം 20-ാം തീയതി. 20-ാം തീയതി തട്ടിപ്പ് സമ്മേളനം നടക്കുമ്പോഴാണ് 22-ാം തീയതി ഹിന്ദു സമൂഹം, നമ്മുടെ ഭക്തജന സമൂഹം 22-ാം തീയതി നമ്മൾ അടുത്ത ഭക്തസമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഈ 2 ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 20-ാം തീയതി എന്ന് പറയുന്നത് പിതൃപക്ഷമാണ്. അറിയാമോ? പിതൃപക്ഷം എന്ന് പറഞ്ഞാൽ ദേവപക്ഷമല്ല. ഒരു ദേവനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള പൂജാവിധികൾ ചെയ്യുന്നത് ദേവപക്ഷത്തിൽ മാത്രമേ ചെയ്യൂ. ഇത് പിതൃപക്ഷത്തിൽ ചെയ്യുന്നത് നമ്മുടെ ആചാരത്തിന് നേരെ, നമ്മുടെ വിശ്വാസത്തിന് നേരെ, ഇതിന് നേരെ ചെയ്ത ഒരു ധിക്കാരപരമായ പ്രവൃത്തികളാണ് ഈ പാളികൾ അഴിച്ചു മാറ്റിയത്. ഈ പറയുന്ന സമ്മേളനം 20-ാം തീയതി സംഘടിപ്പിക്കുന്നതും ഒരു വിശ്വാസിയാണെങ്കിൽ അന്ന് ആ വിശ്വാസത്തിൽ പങ്കെടുക്കില്ല. ഇനി ഈ പാളികളെ സംബന്ധിച്ച്, പാളികളിലുള്ള ലോഹങ്ങൾ, ആ ലോഹത്തിന് മുകളിൽ അതിൽ സ്വർണം കൊണ്ട് എന്താണ്, സ്വർണം പൂശി എന്ന് പറയാം. ആ സ്വർണം പൂശൽ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലെ അമ്പത്തൂരിലുള്ള അവിടെയുള്ള മന്ത്ര ഗോൾഡ് കവറിങ്സ് എന്ന് പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനം ചെയ്യുന്ന ജോലി PVD, അതായത് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഇത് ഒരു ലോഹത്തിന്റെ മുകളിൽ കവർ ചെയ്യും. എന്തിനു വേണ്ടി? ഒരു ആഭരണം ഉണ്ടാക്കുമ്പോൾ, ഒരു ഡെക്കറേറ്റീവ് സാധനം ഉണ്ടാക്കുമ്പോൾ, ഒരു വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ലൈറ്റ് ഫിറ്റിങ്ങോ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ സാധനമോ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ PVD ചെയ്യാറുള്ളത്. അതായത് അതിനെ പറ്റി ടെക്നിക്കലായിട്ട് സംസാരിച്ചാൽ സ്വർണത്തിനെ വേപ്പറൈസ് ചെയ്യും. ഈ വേപ്പറൈസ് ചെയ്യുന്ന സ്വർണം അതൊരു വാക്വം എൻവയറമെന്റിൽ, അതിനകത്ത് വായുവില്ലാത്ത ഒരു പരിസരം ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വെച്ചാണ് ഇത് ഈ ലോഹപാളിയിൽ പിടിപ്പിക്കുന്നത്. ഇനി ഇത് പിടിപ്പിക്കണമെങ്കിലോ, ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയ ലോഹപാളികൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ പൂശിയിരിക്കുന്ന സാധനം ഇളക്കി മാറ്റണം. ഇത് ഇളക്കി മാറ്റണമെങ്കിൽ അതിനെ ഒരു ആസിഡിൽ ഡിപ്പ് ചെയ്ത് ഈ സ്വർണത്തിനെ അലിയിച്ച് മാറ്റണം. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, കൊണ്ടുപോയ ലോഹപാളികൾ അതേപടി തിരിച്ചു കൊണ്ടുവരണം. ഇതിൽ നിന്ന് എത്ര സ്വർണം ഇയാൾ ഇളക്കി മാറ്റി ഇതിൽ നിന്ന് അലിയിച്ചെടുത്തു, ഇതൊന്നും ആരും നോക്കുന്നില്ല.
ഇതിലിനി രണ്ടാമത് പൂശുന്നത് നമ്മുടെ അമ്പലങ്ങളിലെ മുകളിലുള്ള താഴികക്കുടങ്ങൾ, അവിടെ നമ്മൾ സ്വർണം പതിക്കാറുണ്ട്. സ്വർണം പൂശൽ എന്നല്ല അതിന് പറയുന്നത്. സ്വർണം പൂശലിന് ഏറ്റവും വലിയ തട്ടിപ്പ് വിദ്യയാണ് മുക്കുപണ്ടം. മുക്കുപണ്ടം എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിൽ അലിയിച്ച സ്വർണം അതിലേക്ക് മറ്റൊരു ലോഹം മുക്കിയെടുക്കും. അതിൽ വേർപ്പ് വരണ്ടു കഴിഞ്ഞാൽ അത് ഇളകിപ്പോവും. ഇതാണ് മുക്കുപണ്ടം. നമ്മൾ അമ്പലങ്ങൾ ചെയ്യാറുള്ളത് സ്വർണത്തിനെ പരത്തി അതിനെ തിന്നായിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞ തകിടുകളാക്കി മാറ്റി അതിനെ പിത്തളയോ ചെമ്പോ ബേസുള്ള ഒരു വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു താഴികക്കുടത്തിൻ്റെ മുകളിൽ ഇതിനെ പതിപ്പിക്കും. ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല, ഈ പറഞ്ഞ PVD ടെക്നോളജി അല്ല. അപ്പൊ ഇവിടെ ചെയ്യുന്നത് PVD ചെയ്യുന്നവനെ കണ്ടുപിടിച്ച്, അതുപോലെ 400 എത്രയോ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് PVD ചെയ്യുന്നവര്. അതിലാണ് ഈ അമ്പത്തൂരിലുള്ള ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ PVD ചെയ്യിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഇതൊരു സ്പോൺസർ ചെയ്തതാണ്. തന്നെ സ്പോൺസർ ചെയ്ത് ദേവന് സമർപ്പിച്ച ഒരു വസ്തു, അത് ദേവന്റെ വസ്തുവാണ്. ഞാൻ ഉദാഹരണം പറയാം. വ്യക്തിപരമായി തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചന്ദനം അരയ്ക്കുന്ന യന്ത്രം ഒരു എഞ്ചിനീയറായ ഞാൻ, ഒരു ഡിസൈനറായ ഞാൻ ഡിസൈൻ ചെയ്ത് സ്വന്തം അധ്വാനം സ്വന്തം പണം കൊടുത്ത് നിർമ്മിച്ച് 9 വർഷത്തിന് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമർപ്പിച്ചതാണ്. ഇന്നും അവിടെ ചന്ദനം അരയ്ക്കുന്നത് ആ യന്ത്രത്തിലാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കളഭാഭിഷേകം 7 ദിവസമുണ്ട്. ആ 7 ദിവസത്തിന് മുമ്പ് ഈ മെഷീനിനെ അഴിച്ച് പിരുത്ത് അതിനെ മുഴുവൻ അതിനെ ശുദ്ധമാക്കി അതിന് മാറ്റേണ്ട പാർട്സ് മാറ്റി അതിനെ ഫ്രീ ആയിട്ട് ഞങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനും ഭാര്യയും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതാണ്. ഒരു മാസം, അത് ആ സമയത്ത് ഒരാഴ്ച വ്രതമാണ്. പക്ഷേ ഈ മെഷീനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ 1 മാസത്തിന് മുമ്പ് അതിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങണം, കത്തിടപാടുകൾ തുടങ്ങണം. അതിന് ഭരണസമിതിയുടെ അംഗീകാരം വേണം, അതിന് പോലീസ് വെരിഫിക്കേഷൻ വേണം. ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്താണ് ഈ സാധനം പുറത്തിറക്കുന്നതും തിരിച്ചകത്ത് കയറ്റുന്നതും. ഇവിടെ അമ്പലമടച്ചു, ഭക്തജനങ്ങളെല്ലാം ഇറങ്ങിപ്പോയി, ആവശ്യത്തിന് സുരക്ഷയില്ല. അതും രാത്രി ഒരു ചന്ദ്രഗ്രഹണ സമയം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. സാധാരണ ഹിന്ദു വിശ്വാസികൾ ഗ്രഹണ സമയമായാൽ പുറത്തിറങ്ങാറില്ല. കാരണം നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് നമ്മുടെ വിശ്വാസം. ഈ സമയത്താണ് ഈ പാളികൾ അഴിച്ചു മാറ്റി എടുത്തു കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നമുക്കറിയാമല്ലോ, സൂര്യഗ്രഹണ സമയത്ത് പായസം വെച്ച് സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ചു. അവനവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും പറയും, മക്കളെ സൂര്യഗ്രഹണ സമയമാണ്, ഇപ്പം നമ്മൾ ആഹാരം കഴിക്കണ്ട. അഥവാ ആഹാരം കഴിക്കണമെങ്കിൽ അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ദർഭപ്പുല്ലിട്ട് നമുക്ക് അടച്ചു വെക്കണം. അപ്പോൾ ഈ കുട്ടികളുടെ ആചാരം, ഈ കുട്ടികളിലുള്ള വിശ്വാസം, അച്ഛനമ്മമാർ വളർത്തിയെടുക്കുന്ന ആ സംസ്കാരം, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സർക്കാർ സ്കൂളുകളിലും ആ സമയത്ത് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് പായസം കുടിപ്പിച്ചു. ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെ സ്കൂള് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അവർ നിസ്കരിക്കാൻ പോണ സമയത്ത് അവിടെ ആഹാരം കഴിക്കാതിരിക്കുന്ന കുട്ടികളെ വിളിച്ച്, അവർ മനുഷ്യരല്ലേ, ഈ സർക്കാർ സ്കൂളിൽ അവരെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചുകൂടെ? ബീഫ് വിൽക്കണം, അല്ലെങ്കിൽ ബീഫ് കൊടുക്കണം, നമ്മുടെ യുവജനോത്സവത്തിൽ ബീഫ് കൊടുക്കണം എന്ന് പറയുന്ന സർക്കാർ സ്കൂളുകളിൽ വേണമെങ്കിൽ പന്നിയിറച്ചി വിളമ്പിക്കൂടെ? ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടോ? അന്ന് കേരളം അവർ കത്തിക്കും. അപ്പൊ ഹിന്ദു സമൂഹത്തിന്റെ മുകളിൽ എന്ത് തോന്നിവാസവും കാണിക്കാം, ആർക്കും എന്ത് അഴിഞ്ഞാട്ടവും നടത്താം എന്നുള്ള ഒരു ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഇവര് ഈ തോന്നിവാസം നടത്തുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം 2 ദിവസം പറഞ്ഞു, ഞാനും ഒരു വിശ്വാസിയാണ്, ഞാനൊരു വിശ്വാസിയായിരുന്നു, ഇപ്പോഴുമാണ്, ഇനിയുമാണ്. എന്ത് വിശ്വാസി എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണെന്ന് പറഞ്ഞില്ല. ഹിന്ദു വിശ്വാസിയാണെങ്കിൽ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല, അതിനെ എതിർക്കണം. അപ്പൊ ഇവിടെ സംഭവിച്ചത്, അയ്യപ്പന്റെ നടയിൽ
ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇങ്ങനെ ഒരു കാര്യത്തിനെ അഴിച്ചെടുക്കാൻ ധൈര്യമുള്ളവര് ഇവര് അകത്തിരിക്കണ വിഗ്രഹം എടുത്തു മാറ്റുമോ എന്ന് പോലും നമുക്കിപ്പോ സംശയമുണ്ട്. കാരണം നടയടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നു എന്ന് ആർക്കും അറിയാത്ത സമയത്ത് ആ ഗർഭഗൃഹത്തിലിരിക്കുന്ന വിഗ്രഹത്തിനെ ഇവര് പുറത്തു കൊണ്ടുപോയി എവിടെയെങ്കിലും രഹസ്യമായി ലേലം ചെയ്ത് വിറ്റ ശേഷം അവിടെ മറ്റൊരു വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചാൽ പോലും നമ്മൾ അറിയില്ല. ഇവരുടെ വിശ്വാസം തന്നെ നമുക്കതിൽ സംശയം വന്നു കഴിഞ്ഞു. ഈ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു വിശ്വാസമുണ്ട്. ദേവസ്വം ബോർഡിനെ നമ്മൾ വിശ്വസിച്ചാണ് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ആ ബോർഡിന്റെ വിശ്വാസ്യത അതാണ് ഇപ്പൊ ഇവിടെ കളങ്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞില്ലേ, ദേവസ്വം ബോർഡ് തീരുമാനിച്ചു, ബോർഡ് മെമ്പർമാർ തീരുമാനിച്ചിട്ടാണ് ഇത് അഴിച്ചു മാറ്റിയത്. അവരെയൊക്കെ വീട്ടിലെ വസ്തുവല്ല, അവരെ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട വസ്തുവല്ല അഴിച്ചു മാറ്റിയത്. അടുത്തിപ്പോ പുതിയൊരു ന്യായം തന്ത്രി പറഞ്ഞിട്ടാണ് അഴിച്ചു മാറ്റിയത്. ശബരിമല സമര സമയത്ത് തന്ത്രി പറഞ്ഞു നട അടച്ചിടുമെന്ന്. ഇങ്ങനെയുള്ള ഈ സാമൂഹ്യവിരുദ്ധ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റിയാല് നട അടച്ചിടും എന്ന് പറഞ്ഞ തന്ത്രിയുടെ അടുത്ത് അന്ന് പറഞ്ഞ ഭീഷണി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. വേണ്ടി വന്നാൽ നമ്മൾ തന്ത്രിയെ മാറ്റും. അപ്പൊ ഒരു തന്ത്രി എന്ന് പറയുന്ന സ്ഥാനം തന്നെ എന്തെന്നറിയില്ല. അവിടെ ഇരിക്കുന്ന ദേവൻ, ആ ദേവന്റെ പിതൃസ്ഥാനമാണ് തന്ത്രിക്ക്. അങ്ങനെ അച്ഛനെ എടുത്തങ്ങ് മാറ്റാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ച കാര്യം നടക്കില്ല. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്നവര് ഇന്ന് പറയുന്നു തന്ത്രി പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത് മാറ്റി. തന്ത്രി പറഞ്ഞതായിക്കോട്ടെ, ബോർഡ് തീരുമാനമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു കാര്യം ദേവസ്വം ബോർഡിന്റെ നിരീക്ഷണത്തിൽ അവിടെയുള്ള എന്ത് കാര്യങ്ങളും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കേണ്ടതാണ്. ഹൈക്കോടതി അതിനുവേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥൻ, സ്പെഷ്യൽ കമ്മീഷണർ, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ കോടതിക്ക് റിപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അത് ദേവസ്വം നിയമത്തിലുള്ളതാണ്. ഒരു വിധത്തിലുള്ള ആചാരക്രമങ്ങളും തെറ്റിക്കാൻ പാടില്ല, അതും നിയമത്തിലുള്ളതാണ്. ഇത് സകലതിനെയും ചലഞ്ച് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താലും ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തിൽ അവർ ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ, ഇത് ഹിന്ദു സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ, നേപ്പാൾ എന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല ആ വാക്ക്, ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ നടത്തിയാൽ ഹിന്ദു സമൂഹം പ്രതികരിക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.